ഓക്കെ, നമുക്കിന്ന് നമ്മുടെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് നല്ല രീതിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നൊരു ദിവസമായിരുന്നല്ലേ. ഇന്ന് ഞാൻ വളരെയധികം തിരക്കായിരുന്നു. എനിക്ക് ഒന്നും നോക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നോക്കിക്കോളൂ, ഇത് നമ്മളുടെ ഇൻഡെക്സുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഡോട്ട് ലൈൻ വരുന്നു, റിജക്റ്റ് ചെയ്യുന്നു. ബോർഡ് ലൈൻ പോകുന്നു, റിജക്റ്റ് ചെയ്യുന്നു. കറക്റ്റ് നമ്മുടെ ലെവൽ ഓഫ് ക്രോസിങ് വരുന്നു, റിജക്റ്റ് ചെയ്യുന്നു. നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമ്മളുടെ ഇൻഡെക്സുകൾ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയൊക്കെ ഇതുപോലെ തന്നെയാണ്. ബോർഡ് ലൈൻ വരുന്നു, റിജക്റ്റ് ചെയ്യുന്നു. ദെൻ ബോർഡ് ലൈനിൽ വന്ന് അവിടെ സസ്റ്റെയിൻ ചെയ്തു, ദെൻ റിജക്റ്റ് ചെയ്തു. ക്രോസിംഗ് ലെവലിൽ പോയി അവിടുന്ന് റിജക്റ്റ് ചെയ്തു. ദെൻ നമ്മളുടെ ഫ്യൂച്ചർ അതുപോലെ തന്നെ, ഫ്യൂച്ചറും ഒക്കെ ആദ്യത്തെ ലൈനിൽ ബോർഡ് ലൈൻ വരുന്നു, റിജക്റ്റ് ചെയ്യുന്നു. എല്ലാ ലെവൽ ഓഫ് ക്രോസിങ്ങിലും അതുപോലെ തന്നെ നമ്മളുടെ റെസിസ്റ്റൻസ് സോണുകളിലും ഒക്കെ അത് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ എടുത്ത് തന്നെയാണ് എല്ലാ ഇൻഡെക്സുകളും ഇന്നും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇൻഡെക്സുകളെല്ലാം നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ട്രൈക്കിലേക്ക് വരാം. സ്ട്രൈക്കിൽ നല്ല രീതിയിൽ പെർഫോമൻസ് സ്ട്രൈക്ക് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു 3 ഓപ്പർച്യൂണിറ്റി ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ സാധാരണ തന്നിട്ടുണ്ടാവില്ല. ഇതാ നോക്കിക്കോളുക. നമുക്ക് ഇന്ന് മെയിനായിട്ട് പറയാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഫസ്റ്റ് ലെവൽ വന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു ക്യാൻഡിൽ എത്രാമത്തെയാണ്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 ക്യാൻഡിൽ നമ്മളുടെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 14 ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഫസ്റ്റ് ലെവലിലേക്ക് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. അടുത്ത താഴത്ത് അതവിടെ ഫസ്റ്റ് ലെവൽ വരുന്നുണ്ട്. അതേസമയം നമുക്ക് എന്താണ് ഈ ഒരു സി ട്രെൻഡ് ഇടിയും, അതായത് നമുക്ക് 14ാമത്തെ ക്യാൻഡിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്രേഡായിരുന്നു അത്. ഓക്കെ, 14ാമത്തെ ക്യാൻഡിൽ ട്രേഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് എത്രയാണ്? 1 2 3 4 5 6 7 8 9 10 11 12 13 14. കണ്ടോ, ഇവിടുന്ന് ഒരു 25 രൂപയ്ക്ക് വാങ്ങിച്ച് 100% എബോവ് റിട്ടേൺ ഇതിവിടെ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, 25 രൂപയ്ക്ക് വാങ്ങിച്ച് 50 രൂപയ്ക്ക് മുകളിൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത നമ്മളുടെ റേഞ്ച് വരുന്നത് ഇവിടെയാണ്. ഈ ഗ്രീൻ സിമ്പിൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു റേഞ്ച്, അതായത് ഇവിടുന്ന് ഫസ്റ്റ് ലെവൽ ക്രോസിംഗിൽ നിന്ന് റൺ ചെയ്ത് ഇവിടെ മുകളിൽ പോയി ഈ ഒരു സമയത്ത് ഇത് ബോർഡ് ലൈൻ സസ്റ്റെയിൻ ചെയ്യുകയാണ്. അവിടുന്ന് ഒരു റിജക്ഷൻ നമുക്ക് താഴത്തേക്ക് പ്രതീക്ഷിക്കാവുന്ന പോയിൻ്റാണ്. ദെൻ 3 നമുക്ക് കൺഫേം ചെയ്യണമല്ലോ. പിയുടെ ഒരെണ്ണവും സിയുടെ 2 അവിടെ കൺഫേംഡ് ആണ്. കണ്ടോ, സിയുടെ പോയി ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്നു, അവിടെ റിജക്ഷൻ പ്രതീക്ഷിക്കാം. ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്നു, റിജക്ഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് 16ാമത്തെ ക്യാൻഡിലാണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് 17ാമത്തെ ക്യാൻഡിൽ നമ്മൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യും. 17ാമത്തെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്താൽ, സി ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. ഇവിടെ ഒരു 50% എബോവ് റിട്ടേൺ ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് ഈ ക്യാൻഡിൽ നമ്മൾ എൻ്റർ എടുക്കുന്നു. തൊട്ടടുത്ത ആ നിമിഷം തന്നെ എൻ്റർ എടുക്കണം. എൻ്റർ ചെയ്തു, നമുക്ക് എത്ര കിട്ടും? ഒരു 50% എബോവ് റിട്ടേൺ ഇവിടെയും ഉണ്ട്. ഓക്കെ, നമ്മൾ ഒരു 10 20 25 ഒക്കെ മാക്സിമം എടുത്തിട്ടൊക്കെ എക്സിറ്റ് ചെയ്യാം. അന്നത്തെ റിസ്ക് ഒക്കെ നോക്കിയിട്ട് വേണം അത്രയൊക്കെ എടുക്കാം. കാരണം തൊട്ടടുത്ത് തന്നെ അടുത്ത ഇത് വർക്ക് ചെയ്യുകയാണ്. കണ്ടത് അവിടെ നോക്കി വേറെ ഒന്നും കൂടെ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇത് ഫസ്റ്റ് ലെവൽ വരെയെങ്കിലും മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ദെൻ ഇവിടെ തിരിച്ചു പോയിട്ട് ഇവിടെ ഒക്കെ താഴത്തേക്ക് ഇടിയാനൊക്കെ ഉള്ള ചാൻസസ് അവിടെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ തിരിച്ച് നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയൊക്കെ അത് ബോർഡ് ലൈനിലേക്ക് വരുന്നത് കൊണ്ടായിരിക്കാം റിജക്റ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ ബോർഡ് ലൈനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഗ്രാഫുകളും നമുക്ക് ഒരുമിച്ച് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ മിനിമം റിട്ടേൺ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു 5%-നും 100%-നും ഇടയിൽ ഒരു റിട്ടേൺ നമുക്ക് തരാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു റിസ്ക് റിവാർഡ് അനുസരിച്ച് നമ്മളൊരു റിട്ടേൺ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യുക. എല്ലാ ഗ്രാഫുകളും തൊട്ടടുത്ത് പോയി അടുത്തൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് അത് പോയേക്കാം. അതുകൊണ്ടാണ് നമ്മൾ അധികം വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി പ്രകാരം ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ അവൈലബിൾ ആയിരുന്നു. 3ാമത്തെ ക്യാൻഡിൽ അതിങ്ങനെ റൺ ചെയ്ത് വരുന്നു. 3ാമത്തെ ക്യാൻഡിൽ നമുക്കിവിടെ ബോർഡ് ലൈൻ താഴത്തേക്ക് വന്ന് ബോർഡ് ലൈൻ കയറി നിൽക്കുകയാണ്. ഓക്കെ, ഇതേ സമയം നമുക്കുള്ള താഴത്തെ ക്യാൻഡിൽസൊക്കെ നോക്കാം. ഇത് പോയി തിരിച്ച് ബോർഡ് ലൈൻ വന്ന് മുട്ടി നിൽക്കുകയാണ്. തിരിച്ച് മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ 2 നമ്മളുടെ സി ഗ്രാഫുകൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മുകളിൽ നിന്ന് താഴത്തേക്ക് വന്ന് ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുകയാണിത് അല്ലേ. 3ാമത്തെ ക്യാൻഡിൽ ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. തിരിച്ച് മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ 3ാമത്തെ ക്യാൻഡിൽ ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. തിരിച്ച് മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. മുകളിലത്തെ 2 ഗ്രാഫിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അത് കൺഫേം ചെയ്യണമല്ലോ. ഇത് താഴത്തേക്ക് ഇറങ്ങി തിരിച്ച് പോയി ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്നു. അവിടുന്ന് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ 3ാമത്തെ ഒരു
ക്യാൻഡിലിൽ നമുക്ക് എന്താ ഉണ്ടായിരുന്നു, മൂന്നാമത്തെ ക്യാൻഡിൽ പ്രകാരം ഒരു സി ട്രേഡ് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അല്ലേ. മൂന്നാമത്തെ ക്യാൻഡിൽ നമ്മളൊരു സി ട്രേഡ് എടുക്കുകയാണെങ്കിൽ എത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു നോക്കിയേ. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് റണ്ണ് അവിടെ ഉണ്ടായിരുന്നു. ഇത് നോക്കുക, മൂന്നാമത്തെ ക്യാൻഡിൽ ഇവിടെ എത്തുന്നു, നമ്മൾ സി ട്രേഡ് ബുക്ക് ചെയ്യുന്നു. പക്ഷേ ഇത്രത്തോളം ലോസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 30% അബോ 35%ഓളം ലോസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് പ്രോഫിറ്റ് റേഞ്ചിലേക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് റേഞ്ച് ബുക്ക് ചെയ്ത് അത് പോയിട്ടുള്ളത് അല്ലേ. 100% എബോ റിട്ടേൺ അത് പോയിട്ടുണ്ട്. ഓക്കെ, 150 200% റിട്ടേൺ അത് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു റൺ അവിടെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ സാധാരണ തരാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം 15 മിനിറ്റ്സിൽ തന്നെ ഒരു ട്രേഡ് കണ്ടുപിടിക്കാം. ഇവിടെയൊക്കെ ഞാൻ ഒരു നിഫ്റ്റിയുടെയൊക്കെ ക്രോസിംഗ് ലെവൽസ്, ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് ഒരു ക്രോസിംഗ് ലെവൽ വരുന്നതെങ്കിൽ അത് ഞാൻ തരാറില്ല. മുകളിലത്തെ ക്രോസിംഗ് ലെവൽസ് മാത്രമേ തരാറുള്ളൂ. ഉള്ളിലേക്ക് ഒരു ക്രോസിംഗ് ലെവൽ വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ കട്ട് ചെയ്യും. ഈ മുകളിലുള്ള സെക്കൻഡ് ലൈൻ മാത്രമാണ് ഞാൻ തരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനത് ഇന്ന് ആ ലൈൻ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെയും ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പുതിയതായിട്ടൊരു മെത്തേഡാണ്. ഞാനത് ഒരുപാട് ബാക്ക് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതനുസരിച്ച് ഈ ഒരു ഫസ്റ്റ് ലെവൽ പോയിട്ട് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ 15 മിനിറ്റ്സിൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ പോയിട്ട് ഇവിടെ ഒരു ഫസ്റ്റ് ലൈനിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേസമയം ഈ ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ വന്നിട്ട് ഇവിടെയും ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട്. തന്നെ ഇവിടെയും വന്ന് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഡിഫറൻസ്. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിൽ നമുക്ക് അവിടെ ഒരു സി ട്രേഡ് ഓപ്പർച്യൂണിറ്റി അവിടെ അവൈലബിൾ ആയിരുന്നു. സെക്കൻഡ് ക്യാൻഡിലിൽ ഒരു സി ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മളിന്ന് ബാങ്ക് നിഫ്റ്റിയിൽ സെക്കൻഡ് ക്യാൻഡിൽ വെച്ചിട്ട് സി ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ഇത്രത്തോളം റിട്ടേൺ അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് 9:30 കഴിഞ്ഞിട്ടുള്ള 9:45 10 മണിക്കുള്ളിലുള്ള റിട്ടേൺസ് എന്നൊക്കെ പറയുന്ന വളരെ ഗംഭീരമായ റിട്ടേൺ നമുക്ക് കിട്ടുന്ന ഒരു സമയമാണത്. അപ്പോൾ നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് എൻ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. 73 രൂപയുടെ ഒരു ഐറ്റം നമുക്കത് പോയിട്ടുള്ളത് ഏകദേശം 180 രൂപ വരെയൊക്കെ ഇതിൻ്റെ ഒരു റിട്ടേൺ പോയിട്ടുണ്ട്. ഓക്കെ, അതും 100% എബോ 50% എബോ ഒക്കെ റിട്ടേൺ വരുന്ന ഒരു ട്രേഡായിരുന്നു അത് ഒറ്റ ക്യാൻഡിലിൽ. അപ്പോൾ ഞാൻ സാധാരണ ഈ ഒരു ക്രോസിംഗ് ലെവൽ ഉള്ളിൽ വരുമ്പോൾ അത് തരാറില്ല. ആ ഒരു ക്രോസിംഗ് ലെവൽ ഉള്ളിൽ വരുന്നതും കൂടെ ഇട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ മാച്ചായിട്ടുള്ള ട്രേഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല അത്. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലാണ് ഫസ്റ്റ് ലെവൽ വരുന്നതെങ്കിലും ഞാനത് കൂടി പ്രൊവൈഡ് ചെയ്യാം. ഞാനത് സാധാരണ കട്ട് ചെയ്ത് ആകുമ്പോഴാണ് കുറച്ചും കൂടെ മീനിങ് ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് അതിട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അതും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഡേ ആയിരുന്നു. ഒരുപാട് ഇപ്പം തന്നെ ഞാൻ ഇവിടെ തന്നെ മെയിനായിട്ട് 3 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരെണ്ണം കൂടി ആകുമ്പോഴത്തേക്കും മൊത്തം 4 ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, 10% റിട്ടേൺ വെച്ചിട്ടാണെങ്കിൽ 40% റിട്ടേൺ കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് തന്നെ നമ്മളുടെ ബോർഡ് ലൈൻ സ്ട്രാറ്റജി പ്രകാരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നോക്കിയെടുക്കുക. ദെൻ നമുക്ക് സ്ട്രൈക്ക് പ്രൈസുകൾ നമുക്ക് പെയ്ഡാണ്. അത് നിങ്ങൾ സെപ്പറേറ്റ് നമ്മളോട് വാട്സാപ്പിൽ ചോദിക്കണം. ഇൻഡെക്സ് ലെവൽസ് നമുക്ക് ഫ്രീ ആണ്. ഈ ഇൻഡെക്സ് ലെവൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗ്രൂപ്പിൽ കിട്ടും. അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യും. ഓക്കെ.